നല്ലൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിലുള്ള ഇഞ്ചിക്കറിയാണ് കേട്ടത്. ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ പുറത്ത് വെച്ചാലും ചീത്തയിട്ടൊന്നും പോവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇഞ്ചി ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു അളവ് ആയതുകൊണ്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ 50 ഗ്രാം ഇഞ്ചിക്ക് പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ അത്ര എരിവില്ലാത്ത മുളകായത് കൊണ്ടാണ് കേട്ടോ ഒരു 4 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ പച്ചമുളക് എടുക്കാനായിട്ട്. അപ്പോൾ അതേ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 100 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളി എടുക്കുമ്പോൾ കറുത്ത പുളി വേണം എടുക്കാനായിട്ട്. എന്നാലാണ് സദ്യ എന്നൊക്കെ കിട്ടണ അതേ കളറിലുള്ള ഇഞ്ചിയും പുളി നമുക്ക് റെഡിയാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുളി ഒട്ടും വേസ്റ്റ് ആവാണ്ട് അതിലത്തെ ആ ഒരു പൾപ്പൊക്കെ മുഴുവനായിട്ട് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തെടുത്തില്ല, അപ്പോൾ അതിനൊക്കെ മുന്നായിട്ട് പുളി വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പുളി നല്ലോണം തന്നെ കുതിർന്നിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഉലുവ നല്ലോണമൊക്കെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ വറുത്ത് പൊടിച്ചത് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിപ്പോൾ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വറുത്തെടുക്കണത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്കൊരു 4-5 വറ്റൽമുളക് കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇഞ്ചിയൊക്കെ നല്ലോണം തന്നെ ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇഞ്ചിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി കിട്ടണം കേട്ടോ, എന്നാലാണ് ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇഞ്ചി നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പച്ചമുളക് നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു പൊടിയൊക്കെ കരിഞ്ഞ് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന ഉലുവ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ കായത്തിൻ്റെ പൊടിയായിട്ടുള്ളത് ചേർത്ത് കൊടുക്കണക്കായ നല്ലത്. കട്ടായിട്ട് വരുന്ന കായ ഉണ്ടല്ലോ, അത് വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണതായിരിക്കട്ടെ നല്ലത്. അപ്പോൾ ഇഞ്ചിക്കറിക്കും ശരി സാമ്പാറിനും ശരി കട്ടായിട്ടുള്ള കായം ചേർക്കുമ്പോഴാണ് നല്ല മണം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ വലിയൊരു കഷ്ണം ശർക്കര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ നല്ല മധുരമുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മധുരത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ ശർക്കര എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ തിക്കാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമുക്കിത് ഇലയിൽ വിളമ്പുന്ന ആ ഒരു പരുവത്തിലായി കിട്ടുക. മൺചട്ടി ആയതുകൊണ്ട് ഇത് കുറച്ച് നേരം ഈ ഒരു മൺചട്ടിയിൽ അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഇലയിലൊക്കെ വിളമ്പുന്ന ആ ഒരു പരുവത്തിലായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഓണത്തിനുള്ള ഇഞ്ചിക്കറി ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇത് പുറത്ത് വെച്ചാലും ചീത്തയായിട്ടൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.